മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പകുതി തേങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ അത് അരക്കുക. ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുന്ന മേക്കിങ്ങിന്റെ ഉണ്ട്, അത് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അത് തൊട്ടാ റിലേറ്റഡ് വീഡിയോയിൽ കാണും. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുവാണ്. അപ്പൊ തേങ്ങ അരിഞ്ഞു മഞ്ഞൾ അതിലിട്ടിന്, എന്നാലും ഒരു ശകലം ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. പിന്നെ ലേശം ജീരകം ശകലം ജീരകം വേണം. ഞാൻ 1-2 കരിയാമ്പില ഇതിലിടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ കറിയിലെല്ലാം കരിയാമ്പിലിട്ട് എല്ലാം എടുത്ത് ചാടുകയല്ലേ, ഇന്ന് നമ്മളെ ശരീരത്ത് പോകുന്നില്ലല്ലോ. അപ്പോൾ 4 കുഞ്ഞി ഇല ഇതിലിടുന്നുണ്ട്. ഇത് നമ്മളെ ഹാർട്ടിനെല്ലാം നല്ല, കരിയാമ്പില എന്ന് പറയുന്നത് നമ്മളെ ഹാർട്ടിനെല്ലാം നല്ല സാധനമാണ്. നമ്മളെ കറിയിലെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാം നമ്മളെടുത്ത് ചാടൂലേ. അപ്പം ഇതിനി അരച്ചെടുക്കാം. ഒന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായി. ഞാൻ തേങ്ങയും ജീരകവും ഒന്നും കൂടി അരച്ച് വെച്ചതുണ്ട്, അതിലിടാം. പിന്നെ കുറച്ച് മഞ്ഞൾ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലതാന്ന് വെച്ചാൽ കളറ് കാണൂല. അപ്പം മഞ്ഞൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് തന്നെ ആയതുകൊണ്ട് കളറ് നോക്കിയിട്ടിട്ട് കൊടുത്തു. മാമ്പഴ പുളിശ്ശേരി ഇതൊന്ന് നന്നായി പതക്കട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് തൈര് എടുത്ത് ഉടച്ചിട്ട് കൊടുക്കാം. മൂടി വെക്കാം. ഇങ്ങനെ സ്പീഡിലാക്കാം. നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം ആക്കാം. ഒരു കോപ്പയിൽ കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് കൊടുത്താൽ മതി. അതൊന്ന് മിക്സിയിലിട്ട് ഉടച്ചു കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി ആകാനായി വെള്ളമെല്ലാം വറ്റി. ഇനി നമുക്ക് ഇത് വറുത്തിടുന്നതിലാണ് ഇതിൻ്റെ താളിക്കുന്നതെന്ന് പറയും നിങ്ങൾ അങ്ങോട്ടെല്ലാം. ഇപ്പം താളിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. യഥാർത്ഥ ടേസ്റ്റ് താളിക്കുന്ന ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. ലോ ഫ്ലെയിമിൽ ഇത് വെച്ച് ചെറുങ്ങനെയാക്കി കൊടുക്കാം.